നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് നടന്നത്? റഫറി മൊണ്ടേറോ ഒരു ഭാഗത്തേക്ക് അങ്ങ് ചാഞ്ഞ് പരമാവധി പക്ഷപാതിത്വം കാണിച്ച് റയൽ മാഡ്രിഡ് ജയിക്കരുത് എന്ന രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്ന് തന്നെ പറയണം. ഒസാസുന വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം 1-1 സമനില. ജൂഡ് ബെല്ലിംഗാമിന് റെഡ് കാർഡ് കൊടുത്തതിനാണ് റഫറിയോട് എന്തോ പറഞ്ഞു എന്നതാണ് വിഷയം. അത് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് എത്ര ഫൗളുകൾ അയാൾ കണ്ടില്ലെന്ന് നടിച്ചു. പെനാൽറ്റി റയലിന് അനുകൂലമായിട്ട് ലഭിക്കേണ്ട സിറ്റുവേഷൻസ് അയാൾ കണ്ടില്ലെന്ന് നടിച്ചു. വല്ലാത്ത ജാതി റഫറിങ് ആണ് ഇന്ന് സംഭവിച്ചത്. ഇത് പച്ചയായ അഴിമതിയാണ്. ഒരു ടീമിനെ വിജയിപ്പിക്കരുത് എന്ന ഉദ്ദേശത്തിൽ നടത്തിയ പച്ചയായ സ്കാൻഡൽ തന്നെയാണ് എന്നാണ് ഇപ്പോൾ പല ഫുട്ബോൾ നിരീക്ഷകരും പറയുന്നത്. റയൽ മാഡ്രിഡ് കളി പൂർത്തിയാക്കാതെ ഇറങ്ങിപ്പോവണമായിരുന്നു എന്ന് ഹോസെ ലൂയിസ് സാഞ്ചസ് പറയുന്നു. അദ്ദേഹം എൽ ചിരിങ്കിറ്റോ ടി വിയുടെയൊക്കെ ജേർണലിസ്റ്റാണ്. റേഡിയോ മാർക്കിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നു. സോ അദ്ദേഹം പറയുന്ന കാര്യം, റയൽ മാഡ്രിഡ് മസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ലീവ് ദി ഫീൽഡ് ഓഫ് പ്ലേ. കളി പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. റയൽ മാഡ്രിഡ് കളി നിർത്തി പോകണം, തുർക്കിയിലൊക്കെ സംഭവിക്കുന്ന പോലെ. അതാണ് ഒരേ ഒരു വഴി. ഇങ്ങനെയാണ് സ്പെയിനിൽ കാര്യങ്ങൾ നടക്കുന്നത്, ഫുട്ബോൾ നടക്കുന്നത് എന്ന് ലോകം അറിയട്ടെ. അതിന് കളി നിർത്തി കയറി പോകണമായിരുന്നു റയൽ മാഡ്രിഡ് എന്ന് ഹോസെ ലൂയിസ് സാഞ്ചസ് പറയുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ യുവാൻമാർ റോഡ്രിഗസ് പ്രതികരിച്ചിരിക്കുന്നത്, ഇറ്റ്സ് ഹാർഡ് ടു കോമ്പീറ്റ് ഇൻ ദിസ് ഡേർട്ടി നെഗ്രൈറ ലീഗ് എന്നാണ്. നെഗ്രൈറ ലീഗ് എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളത് ഞാനിനി വിശദീകരിക്കേണ്ടല്ലോ. അപ്പോൾ ഇവിടെ കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് പറയുന്നു. റൊമൻ ആൽവാരസ് പറഞ്ഞത് ഇത് സ്കാൻഡലാണ്. തീർച്ചയായിട്ടും ഒരിക്കലും ഇങ്ങനെയൊന്ന് കണ്ടിട്ടേയില്ല. റയൽ മാഡ്രിഡ് ഈ ലീഗ് വിജയിക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് ഉറപ്പാണ് എന്ന് തന്നെ പ്രതികരിച്ചിരുന്നു. റയൽ മാഡ്രിഡും ലാലിഗയുടെ തലപ്പത്തിരിക്കുന്നവരും തമ്മിലുള്ള പ്രശ്നം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുകയാണ് എന്നാണ് ആരോപണം. ഏതായാലും ഈ ഒരു സമനില റയലിന് വലിയ പണിയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ ഈ മാച്ചിൻ്റെ അവസാനിക്കുമ്പോൾ റയൽ ലാലിഗയിൽ 3-ാം സ്ഥാനത്തേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.